ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, അങ്ങനെ വിഷു ബമ്പർ ഭാഗ്യശാലി ആര് എന്ന ചോദ്യത്തിലേക്ക് ഇപ്പോൾ ഏതാണ്ട് അടുത്തടുത്ത് വരുന്നു കാര്യങ്ങൾ. VD 20 42 66 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി ലഭിച്ചിരിക്കുന്നത്. പാലക്കാടുകാരനാണോ അല്ല മറ്റേതെങ്കിലും ജില്ലയിൽ നിന്നുള്ള ആൾ അവിടെ വന്ന് എടുത്തതാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ ജസ്വന്ത് ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റാണിതല്ലേ? പ്രജിൻ, അങ്ങനെയുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലോട്ടറി വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരുപക്ഷെ സമ്മാനഘടനയിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള ഒന്നാണ് ഈ വിഷു ബമ്പർ. ഈ ഓണം ബമ്പർ കഴിഞ്ഞാൽ വിഷു ബമ്പറാണ്. 2023 ഭാഗ്യശാലി അദ്ദേഹം ആരാണെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. 2024 നമ്മൾ കണ്ടു ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള വിശ്വംഭരൻ. 2025 ആ ഭാഗ്യശാലി ആര് എന്ന് അറിയാൻ കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ആ ടിക്കറ്റ് നമ്പർ, ആ ഭാഗ്യശാലി 12 കോടി കൊണ്ടുവരുന്ന ആ ടിക്കറ്റ് നമ്പർ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. VD 20 42 66 2042 66 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം, വിഷു ബമ്പർ ഒന്നാം സമ്മാനം നറുക്കെടുത്തിട്ടുള്ളത്. 12 കോടി രൂപ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പാലക്കാട് വിറ്റ ടിക്കറ്റാണ്. പാലക്കാട് ജില്ലയിലെ ജസ്വന്ത് ഏജൻസി എന്ന് പറയപ്പെടുന്ന ഏജൻസി വിറ്റ ടിക്കറ്റാണ് അത് എന്നുള്ള കാര്യം നമുക്കറിയാം. സാധാരണഗതിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കാണുന്നത് ഈ വലിയ ടിക്കറ്റ് തുക അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ നമ്മുടെ ജില്ലയൊക്കെ കടന്ന്, ഇപ്പോൾ ഒരു ജില്ലയിലാണ് വിറ്റതെങ്കിലും മറ്റ് ജില്ലയിലൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. ഇത്തവണ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാം. മറ്റ് 6 സീരീസുകൾ, 1 കോടി വീതം 6 പേർക്കുള്ള മറ്റ് 6 സീരീസുകളും ഇപ്പോൾ നറുക്കെടുത്തിട്ടുണ്ട്. 6 നമ്പറുകളും 6 ടിക്കറ്റുകളും നറുക്കെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് VA സീരീസിൽ VA 699731 എന്ന ടിക്കറ്റിന്, രണ്ടാമത്തേത് BB സീരീസിൽ 207068 എന്ന നമ്പറിന്, BC സീരീസിൽ 263289 എന്ന നമ്പറിന്, BD സീരീസിൽ 277650 എന്ന നമ്പറിന്, VE സീരീസിൽ 758876 എന്ന നമ്പറിന്, BG സീരീസിൽ 203046 എന്നിങ്ങനെയാണ് 1 കോടി വീതം 6 പേർക്ക് ഇപ്പോൾ ഭാഗ്യം ലഭിച്ച നമ്പറുകൾ. ഏതായാലും അല്പസമയം കൂടി കാത്തിരിക്കാം. പാലക്കാടുകാരൻ തന്നെയാണോ അതല്ല ആ ജില്ല വിട്ടുപോയിട്ടുണ്ടോ, ഒരു പക്ഷേ സംസ്ഥാനം തന്നെ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം പാലക്കാട് സംസ്ഥാന അതിർത്തിയാണ്. നമുക്കറിയാം, മുൻപ് കഴിഞ്ഞ തവണ ഒരു വലിയ ബമ്പർ അത് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ആ സസ്പെൻസിന് ഇപ്പോൾ ഒരു വിരാമം വന്നിരിക്കുന്നു. ഇനിയുള്ള സസ്പെൻസ് ഭാഗ്യവാൻ ആര് എന്നുള്ളത് മാത്രമാണ്. ടിക്കറ്റ് വിൽപ്പനയിലടക്കം കാര്യമായ നേട്ടം സംസ്ഥാന സർക്കാരിന് വിഷു ബമ്പർ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതായത് ടിക്കറ്റ് വിൽപ്പനയിൽ ഇത്തവണയും പാലക്കാട് ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 9,21,020 ടിക്കറ്റുകൾ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ, അതായത് തിങ്കളാഴ്ച ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം, ലോട്ടറി വകുപ്പ് പുറത്തുവിട്ട അവസാന കണക്ക് പ്രകാരം ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് 5,22,050 ടിക്കറ്റുകൾ. തൃശൂർ മൂന്നാം സ്ഥാനത്ത് 4,92,200 ടിക്കറ്റുകൾ വിറ്റ മൂന്നാം സ്ഥാനത്തുമുണ്ട്. അങ്ങനെ പാലക്കാട് ജില്ല ഏറ്റവും കൂടുതൽ വിറ്റ പാലക്കാട് ജില്ലയിലാണ് വിഷു ബമ്പർ ഇത്തവണ ഒന്നാം സമ്മാനം നേടിയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും വലിയ പ്രതീക്ഷയോടെ പലരും കാത്തിരുന്ന, അതായത് നമ്മൾ ഈ TV ഒക്കെ കാണുന്ന പ്രേക്ഷകരടക്കം, നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു വിഷു ബമ്പർ. പലരും ആ ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. അത് ഗ്രൂപ്പായിട്ടൊക്കെ എടുത്തവരുണ്ട്. അവരിൽ ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാം. ഏതായാലും ആ ടിക്കറ്റ് വിൽപ്പന, ആ ഭാഗ്യ നമ്പർ വിറ്റ ജില്ല അത് പാലക്കാട് ജില്ല തന്നെയാണ്. പ്രജിൻ, ഷഫീദ് തുടരുക. ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ ടിക്കറ്റ് വിറ്റത്. അവിടെ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ ഈ 12 കോടി ലഭിച്ചത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. VD 20 42 66 എന്ന നമ്പറിന് ഒന്നാം സമ്മാനമായ 12 കോടി ഇപ്പോൾ ലഭിച്ചിരുന്നത്. നമ്മളൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ മേഘന മുരളി ഒരു ലോട്ടറി ഏജൻസിക്ക് മുന്നിലുണ്ട്. അവിടെ രണ്ടാം സമ്മാനമായ 1 കോടി ലഭിച്ച ഒരു നമ്പർ അവിടെയാണ് വിറ്റുപോയതെന്ന് മനസ്സിലാക്കുന്നു. മേഘനോട് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ. മേഘന, ഏത് ഏജൻസിക്ക് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്? അവിടെ ഈ രണ്ടാം സമ്മാനം കിട്ടിയ ടിക്കറ്റ് നമ്പർ ഏതാണ്? പ്രജിൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഭഗവതി ലോട്ടറി ഏജൻസിക്ക് മുന്നിലാണ്. ഇവിടെ കുറച്ച് മുന്നേ വരെ വലിയ ആകാംക്ഷയായിരുന്നു, അതായത് ആർക്കടിക്കും ടിക്കറ്റ്. ഇതിൽ ഈ ലോട്ടറി ഏജൻസിയിൽ തന്നെ 7000-ലധികം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒന്നാം സമ്മാനം അടിക്കുമോ എന്നുള്ളൊരു വലിയ ആകാംക്ഷ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് VB 207068, അതായത് VB 207068 എന്ന നമ്പർ, അതായത് രണ്ടാം സമ്മാനം 1 കോടി രൂപ വിറ്റ ടിക്കറ്റ് ഈ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ തത്സമയം ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് ആർക്കാണ് ടിക്കറ്റ്, അതായത് ഈ ഒരു ലോട്ടറി ഏജൻസിയിൽ നിന്ന് തന്നെയാണോ വിറ്റുപോയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇവിടെ എന്താണ് സന്തോഷം പങ്കുവയ്ക്കാൻ? ഇവിടെ ഏകദേശം ബമ്പർ പ്രൈസ് വരുമ്പോൾ ഭഗവതിക്ക് ബമ്പർ പ്രൈസ് അടിക്കാറുള്ള സ്ഥിരമാണ്. ആദ്യത്തെ 25 കോടി അടിച്ച കടയുമാണത്. അതുകൊണ്ട് പ്രതീക്ഷ കൂടുതലാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ബമ്പറിന്റെ സെയിൽ കൂടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രതീക്ഷയും കൂടുതലാണ്. ഇപ്രാവശ്യം പാലക്കാടാണ് ഫസ്റ്റ് അടിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് ഒരു സന്തോഷം? ഇവിടെ നമുക്ക് സെക്കൻഡ് പ്രൈസ് 1 കോടി അടിച്ചിട്ടുണ്ട്.
അപ്പോൾ ശശികുമാർ എന്ന കസ്റ്റമറാണ്, അത് എടുത്ത് കൊണ്ട് വിൽക്കുന്ന ആൾക്കാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ സന്തോഷ വാർത്ത പറയാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് പ്രജിൻ. അതായത് അവസാന നിമിഷവും നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിൽ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. ഈ 2 മണിയോട് അടുക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. ഇപ്പോൾ സന്തോഷ വാർത്ത വരുന്നത് VB207068, അതായത് 2ാം സമ്മാനം 1 കോടി രൂപ വിറ്റ ടിക്കറ്റ് ഭഗവതി ലോട്ടറി ഏജൻസിയിലാണ് എന്നുള്ളതാണ്. ശരി മേഘന, അങ്ങനെ ഓരോരുത്തർ ആരാണ് ഭാഗ്യശാലികൾ എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം 12 കോടി ലഭിച്ച ആ വലിയ ഭാഗ്യശാലി ആരാണ്? അത് പാലക്കാടുകാരനാണോ? കാരണം പാലക്കാട് നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഇത്തവണത്തെ 1ാം സമ്മാനമായ 12 കോടി ലഭിച്ചിരിക്കുന്നത്.